it's important to start the discussion with what is going on at the global level. ആഗോളതലത്തിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ച് ആ ചർച്ച തുടങ്ങുന്നതിന് കേരളത്തെ തന്നെ ഒരു മാതൃകയാക്കിയാൽ തീർച്ചയായും അത് ഉചിതമായിരിക്കും. We have millions of our brothers and sisters who live in the Middle East, who send remittances back from the Middle East to India. മില്യൺ കണക്കിന് പ്രവാസികളായിട്ടുള്ളവർ മധ്യപൗരസ്ത്യ ദേശത്തുണ്ട്. അവരുടെ സംഭാവനകൾ അല്പമൊന്നുമല്ല നമ്മുടെ സമ്പദ്ഘടനയെ, നമ്മുടെ രാജ്യത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത്. They are worried about what is going to happen in the war. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മധ്യപൗരസ്ത്യ ദേശത്തെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് അവർ വളരെയേറെ ഉത്കണ്ഠാകുലരാണ്. In fact, it is almost impossible to predict what will happen in the war between the United States and Iran. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തിന്റെ അവസാന ഫലം, അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് പ്രവചിക്കാനോ മുൻകൂട്ടി പറയാനോ സാധിക്കാത്ത വിധം വളരെ സങ്കീർണമാണ് ഈ സാഹചര്യം. But what one can confidently say is that we are entering a new, unstable, dangerous phase on the planet. ഈ ഗ്രഹത്തിൽ, ഈ ഭൂമണ്ഡലത്തിൽ വളരെ അസ്ഥിരമായിട്ടുള്ള അനിശ്ചിതത്വം ഉളവാക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണോ നാം പ്രവേശിക്കുന്നത് എന്ന കാര്യമാണ് നമ്മെ ആശങ്കരാക്കുന്നത്. And so we have to be careful and we have to protect our strength and our people. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നാം ജാഗരൂകരായിരിക്കണം. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെയും കാത്തുരക്ഷിക്കുന്നതിന് നാം ബദ്ധശ്രദ്ധരായിരിക്കണം. When a storm comes, you have to walk carefully, you have to look at what is going on, and you have to take more care than usual. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടി വരും. പരസ്പരം കരുതലോടുകൂടി, ശ്രദ്ധയോടുകൂടി നാം ജാഗ്രതയോടെ അതിനെ നേരിടേണ്ടതായിട്ട് വരും. And most of all, you have to protect your assets and your strength. നമ്മെയും നമ്മുടെ സമ്പത്തിനെയും അത് രക്ഷിക്കുന്നതിനുള്ള ജാഗ്രതയും ശ്രദ്ധയുമാണ് ഇതുപോലുള്ളൊരു സന്ദർഭം ആവശ്യപ്പെടുന്നത്. And here I must say that the Prime Minister has let the country down. He has betrayed the country. ഇവിടെ എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രദ്ധ പുലർത്തുന്നില്ലെന്ന് മാത്രമല്ല, രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് എനിക്ക് പറയാൻ. I do not use the word lightly. I am using the word precisely because I believe that the Prime Minister has betrayed the country when he signed the USD. ഞാൻ ഈ കാര്യം ലഘുത്വത്തോടു കൂടി പറയുന്നതല്ല. ഞാൻ ഈ വാചകം വളരെ ലളിതമായിട്ട് ഈ വാക്ക് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കുന്നതല്ല. അമേരിക്കയുമായിട്ട് കരാർ ഒപ്പിട്ടപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ വഞ്ചിച്ചുവെന്ന് വ്യക്തമായും സ്ഫുടമായും പറയാനാണ് ഞാൻ. And the result is going to be borne by the people of our country, by our farmers, by our small and medium business owners, by our workers. ഈ കരാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. നമ്മുടെ കർഷകരെ, നമ്മുടെ ചെറുകിട കച്ചവടക്കാരെ, നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം നമ്മുടെ ജനങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുന്ന ഒരു കരാറിലാണ് രാജ്യം ഭരിക്കുന്നവർ ഒപ്പിട്ടിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.